അപ്പം ഇന്നിപ്പോൾ പാലിയേറ്റീവിൻ്റെ ദിവസമാണ് അല്ലേ? അതായത് ജനുവരി 15 ലോക പാലിയേറ്റീവ് ദിനം. മറയൂർ യൂണിറ്റി പാലിയേറ്റീവിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ ഷാക്കിർ മോങ്ങൻ സ്വദേശിയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ മറയൂർ തുടങ്ങിയിട്ട് എത്രയായി? നമ്മൾ 2009 മറയൂർ യൂണിറ്റി പാലിയേറ്റീവ് ആരംഭപ്പെടുത്തുന്നത്. സാന്ത്വന പരിചരണ ദിനം. അപ്പോൾ ഇത് ഏത് കാലം മുതലാണ് ശരിക്കും തുടങ്ങിയിട്ടുണ്ടാവും? മലപ്പുറം ജില്ലയിൽ 1990 മുതൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ശരി. ഞാൻ സ്ഥാപക സെക്രട്ടറി ഞാനാണ്. അന്ന് പ്രൊഫസർ കെ മുഹമ്മദ് സാഹിബ് ചെയർമാനും ഞാൻ സെക്രട്ടറി ആയിട്ടുമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനം പ്രമാണിച്ച് ഒരു വിളംബര ജാഥ ഇവിടെ മറയൂർ യൂണിറ്റി കെയർ ക്ലിനിക്കാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ മറയൂർ ഹൈസ്കൂളിലുള്ള NCC പിന്നെ JRC ബാൻഡ്സൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. ഞാൻ അയ്യൂബ്. വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ്. ഫോട്ടോ അപ്പോൾ ഈ പാലിയേറ്റീവ് ദിനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? സാന്ത്വന പരിചരണമാണ് പാലിയേറ്റീവ്
എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കിടപ്പിലായ രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് ആവശ്യമായ സാന്ത്വന പരിചരണം, ഡോക്ടർ, നഴ്സ് പോലത്തെ എല്ലാ ചികിത്സകളും അവർക്ക് വീടുകളിലെത്തി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പാലിയേറ്റീവ് സാന്ത്വന പരിചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലുകളിൽ നിന്നും മടക്കിയ, ഇനി ഇവിടെ ചികിത്സയില്ല എന്ന് വീട്ടിലേക്ക് മടക്കിയ രോഗികളാണ് പാലിയേറ്റീവിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മളിലെത്തുന്നത്. അവർക്ക് അവരുടെ മരണം വേദനയില്ലാതെ അവരുടെ വീടുകളിൽ അവരുടെ കുടുംബത്തോടൊപ്പം വീടുകളിൽ കിടന്നു തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കൂടിയാണ് പാലിയേറ്റീവിൻ്റെ ഒരു പ്രവർത്തന ലക്ഷ്യം. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള മരുന്നുകളൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് മരുന്നുകൾ, ഡോക്ടർ, നഴ്സ്, പിന്നെ വേറെ എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ടോ? നമ്മൾ ബുദ്ധിമുട്ടുള്ള വീടുകളിൽ, പട്ടിണിയുള്ള വീടുകളിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾക്ക് ആവശ്യമായ കിറ്റുകൾ നൽകി വരുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ പഠന കിറ്റ്, അതുപോലെ അവർക്കുള്ള സ്കോളർഷിപ്പ്, പെൻഷൻ ആവശ്യമുള്ള വീടുകളിൽ അവർക്ക് പെൻഷൻ, അങ്ങനെ എല്ലാ ഒരു വീടുകളിൽ ആവശ്യമായ എല്ലാ സഹായവും സോഷ്യൽ സൈക്കോ സപ്പോർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളിതിന് ഫണ്ട് എങ്ങനെ കണ്ടെത്തുന്നത്? നമ്മൾ മൈക്രോ ഫിനാൻസ് ആണ് പാലിയേറ്റീവിൻ്റെ ഫണ്ട്. മൈക്രോ ഫിനാൻസ് മുഖേനയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിൽ ബക്കറ്റ് കളക്ഷൻ ഉണ്ടാവും ജനുവരി 15 ഭാഗമായിട്ട്. അതുപോലെ തന്നെ റമദാനിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. മൈക്രോ ചെറിയ ചെറിയ സംഖ്യകൾ കുറഞ്ഞ സംഖ്യയായിട്ട് വാങ്ങിക്കാം. അതേപോലെ തന്നെ ബോക്സ് കളക്ഷൻ, നമ്മൾ ചാരിറ്റി ബോക്സുകൾ വീടുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും കടകളിലൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അത് 1-2 മാസം കൂടുമ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കണ്ടെത്തുന്ന ഫണ്ട് ഏകദേശം ഒരു 3 ലക്ഷത്തി ചില്ലാനം രൂപ നമുക്ക് ഓരോ മാസവും ഇതിൻ്റെ പ്രവർത്തനത്തിന് ചെലവ് വരുന്നുണ്ട്. അത് നമ്മൾ ഇതേപോലെ തന്നെ ജനങ്ങളിൽ നിന്നും കണ്ടെത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇതിന് സഹായങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഫണ്ട് അലോട്ട് ചെയ്യാം എന്നുള്ളൊരു നിയമമുണ്ട്. ഇതിന് ഒരു കൂട്ടായ്മ ഉണ്ട്, MIP എന്നുണ്ട്, മലപ്പുറം ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ്. എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള പാലിയേറ്റീവ് കൂട്ടായ്മകളുണ്ട്. അവരാണ് നമുക്ക് നഴ്സുമാർക്ക് ആവശ്യമായ ട്രെയിനിങ്, വളണ്ടിയേഴ്സിന് ആവശ്യമായ ട്രെയിനിങ്, ഓഫീസ് ജീവനക്കാർക്ക് ആവശ്യമായ ട്രെയിനിങ്, അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന് ആവശ്യമുള്ള ട്രെയിനിങ്, ഇങ്ങനെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, അതേപോലെ രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന്, ഡോക്ടേഴ്സിന് എല്ലാവർക്കും ആവശ്യമായ ട്രെയിനിങ്ങും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ജില്ലാതല കൂട്ടായ്മ ആണ് നിർവഹിച്ചു വരുന്നത്. സ്റ്റാഫുകളൊക്കെ ഹോണറേറിയും സാലറിയും കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് സ്റ്റാഫുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. വളണ്ടിയറായിട്ട് ഇതിൽ ആർക്കും ഈ പാലിയേറ്റീവ് പരിപാടികളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആർക്കും പാലിയേറ്റീവ് വളണ്ടിയറായിട്ട് ഏത് സമയത്തും ഇതിലേക്ക് പ്രവർത്തനം അവർ കയറി വരുന്നത് തന്നെയാണ് അതിന്റെ രജിസ്ട്രേഷൻ. ഇതിനായിട്ട് പ്രത്യേക രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇത് എല്ലാവരുമാണ് പാലിയേറ്റീവ് സംവിധാനം പൊതുജനങ്ങളതാണ്. സാമ്പത്തിക ലാഭ ഉദ്ദേശമല്ല ചെയ്യുന്നത്. അല്ല സന്നദ്ധ സേവനമാണ് ഇത്. കാരണം ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ള സാധാരണക്കാരായ രോഗികൾക്ക് അവർക്ക് ആവശ്യമായ പരിചരണം, സാന്ത്വന പരിചരണവും രോഗികളെ പരിചരിക്കാനുള്ള അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനുള്ള ട്രെയിനിങ്ങും ഒക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകമായും ജനുവരി 15 പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇതിൽ ജനങ്ങളിലുള്ള ഒരു ബോധവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ പാലിയേറ്റീവിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇവിടുത്തെ മിസ്റ്റർ ഹംസ, റിട്ടയർഡ് എഞ്ചിനീയറാണ്. ഇത് ഓഫീസ് സെക്രട്ടറിയാണ്. നമ്മളെ നഴ്സാണ്. എവിടെ സ്ഥലം? പിന്നെ സഫ്ന നമ്മളെ സ്റ്റാഫാണ്. ഓഫീസ് ഇത് ആതിര സിസ്റ്ററാണ്. അനേകം രോഗികൾക്ക് ചികിത്സയും സഹായവും ലഭ്യമാക്കുന്ന യൂണിറ്റി പാലിയേറ്റീവ് കെയറിൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഇവിടെ കൊടുക്കുന്നു. ഇവർക്കുള്ള സംഭാവനകൾ സെക്ഷൻ 80G പ്രകാരം ഇൻകം ടാക്സിൽ നിന്ന് കിഴിവ് ലഭിക്കുന്നതാണ്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.